നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വാർത്തകൾ വിശദമായി. UAE-യിലെ പ്രവാസികളുടെ പ്രവേശനവും താമസവും സംബന്ധിച്ച നിയമത്തിൽ ഭേദഗതി വരുത്തി താമസ കുടിയേറ്റ വകുപ്പ്. കടൽമാർഗം അനധികൃതമായി രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെടുന്ന വിദേശികളെ നാടുകടത്താമെന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. പ്രവാസിയെ നാടുകടത്തിനുള്ള ചെലവുകൾ തൊഴിലുടമ വഹിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര മന്ത്രാലയവും പോലീസുമായി സഹകരിച്ചാണ് നടപടി. അജ്മാനിൽ വ്യാജ എഞ്ചിൻ ഓയിൽ വിറ്റതിന് ഏഷ്യൻ വംശജൻ പിടിയിൽ. ഇയാളുടെ പക്കൽ നിന്ന് പ്രമുഖ കമ്പനികളുടെ പേരിലുള്ള വ്യാജ ഓയിൽ പോലീസ് പിടിച്ചെടുത്തു. അജ്മാൻ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഏഷ്യൻ വംശജനെ പിടികൂടിയത്. അജ്മാൻ വ്യാവസായിക മേഖലയിലെ ഒരു വെയർഹൌസ് കേന്ദ്രീകരിച്ച് കുറഞ്ഞ വിലയ്ക്ക് പ്രമുഖ കമ്പനികളുടെ പേരിലുള്ള വ്യാജ എഞ്ചിൻ ഓയിൽ വിൽക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു വിവരം. അൽ ഹമിദിയ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച സൂചനയെ തുടർന്നാണ് അധികൃതർ നടപടിയെടുത്തതെന്ന് അജ്മാൻ പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ അഹമ്മദ് സയ്യിദ് അൽ നഈമി പറഞ്ഞു. തുടർന്ന് പോലീസ് വെയർഹൌസിലെത്തുകയും വൻതോതിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു. സംഭവത്തിൽ ഒരു ഏഷ്യൻ വംശജന്റെ അറസ്റ്റാണ് പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്നും സംഭവത്തിൽ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. സാധനങ്ങൾ വാങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും അജ്മാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 24 ദുബായ്. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതിമാസ ഓപ്പൺ ഹൌസ് മീറ്റ് ദി അംബാസിഡർ നാളെ നടക്കും. വൈകിട്ട് 3 നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ പ്രവാസികൾക്ക് അംബാസിഡർക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം. ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെയാണ് രജിസ്ട്രേഷൻ നടപടികൾ. ഖത്തർ മ്യൂസിയത്തിൽ ജീവനക്കാരനായിരുന്ന തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി നാട്ടിൽ അന്തരിച്ചു. കമ്പ്യൂട്ടർ പ്രോഗ്രാമറായി ജോലി ചെയ്തിരുന്ന ഷിനോയിയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഖത്തർ എയർവേസിൽ ജോലി ചെയ്യുന്ന റോസ അഞ്ജുവാണ് ഭാര്യ. 2 മക്കളുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് തൃശൂർ എടത്തുരുത്തിയിൽ നടന്നു. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം സഹായധനം അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫൊക്കാന നൽകി. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പണമടങ്ങിയ ചെക്ക് നോർക്ക CEO അജിത് കൊല്ലശ്ശേരിക്ക് കൈമാറി. നോർക്കയുടെ നേതൃത്വങ്ങൾ ഓരോ കുടുംബത്തിനും ചെക്ക് കൈമാറുമെന്ന് ഡോക്ടർ ബാബു സ്റ്റീഫൻ അറിയിച്ചു. ലോക കേരള സഭയുടെ ഉദ്ഘാടന വേദിയിലാണ് മരിച്ചവരുടെ കുടുംബത്തിന് ഫൊക്കാന സഹായധനം പ്രഖ്യാപിച്ചത്. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ ആക്രമണമായിരുന്നു വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന്റെ ജയിൽവാസമെന്ന് ഭാര്യ സ്റ്റെല്ല അസാഞ്ച്. ജയിൽ മോചിതനായി ജന്മനാടായ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാര്യയുടെ പ്രതികരണം. Because the fact is that this case is an attack on journalism, it's an attack on the public's right to know, and it should never have been brought. Julian should never have spent a single day in prison. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിനെതിരെയുമുള്ള ആക്രമണമായിരുന്നു ജൂലിയൻ അസാഞ്ചിന്റെ 14 വർഷത്തെ ജയിൽവാസമെന്ന് അസാഞ്ചിന്റെ ഭാര്യ സ്റ്റെല്ല അസാഞ്ച്. ഒരു ദിവസം പോലും അസാഞ്ച് ജയിലിൽ കഴിയേണ്ട വ്യക്തിയായിരുന്നില്ലെന്നും സ്റ്റെല്ല പറഞ്ഞു. അസാഞ്ചിന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവർക്ക് സ്റ്റെല്ല അസാഞ്ച് നന്ദി രേഖപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിജയമാണ് ജൂലിയൻ അസാഞ്ചിന്റെ മോചനമെന്ന് അഭിഭാഷക ജെനിഫർ റോബിൻസൺ വ്യക്തമാക്കി. There's no evidence of any actual harm, and that's exactly what the US government acknowledged in court today in Saipan. So there is no evidence that anyone was physically harmed as a result of those publications. കാൻബറയിലെ പത്രസമ്മേളനത്തിൽ അസാഞ്ച് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അസാഞ്ച് പങ്കെടുത്തില്ല. അമേരിക്കൻ സൈനിക രേഖകൾ ചോർത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ശിക്ഷയായി വിധിച്ച 62 മാസം തടവ് ഇതിനോടകം അനുഭവിച്ചതായി കണക്കാക്കിയാണ് അസാഞ്ചിനെ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങാൻ അനുവദിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. പലയിടങ്ങളിലും മരം വീണും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. കാലവർഷം തുടങ്ങിയ ശേഷം റെക്കോർഡ് മഴയാണ് കേരളത്തിലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം വീടിന്റെ മൺഭിത്തി തകർന്നു. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിനു മുൻപിൽ കൂറ്റൻ പരസ്യബോർഡ് നിലംപൊത്തി. തിരുവനന്തപുരം ജില്ലയിൽ മൈനിംഗ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവും നിരോധിച്ചു. പത്തനംതിട്ട അരിങ്ങിലാമൺ കുറുമ്പൻമൊഴി കോസ്വേ മുങ്ങിയതോടെ 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കോട്ടയത്ത് ജൂൺ 30 വരെ ഖനനം നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗ്മൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനം.
ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽക്കെട്ട് ഇടിഞ്ഞു വീണു. ഏലപ്പാറ ബോണാമിയിൽ മരമൊടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിലേക്ക് ഇല്ലിക്കൂട്ടം മറിഞ്ഞു വീണു. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ്. എറണാകുളം പൂത്തൃക്ക പഞ്ചായത്തിലെ 7-ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കോടിയതിനാൽ അപകടമൊഴിവായി. ആലുവ പെരിയാർ തീരത്ത് കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴക്കി. മട്ടാഞ്ചേരി ബസാറിൽ പുരാതന കെട്ടിടം തകർന്നു. 5 കുടുംബങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. കാക്കനാട് തെങ്ങോട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 7 കുടുംബങ്ങളിലെ 20 പേരാണ് ക്യാമ്പിലുള്ളത്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാം തുറന്നു. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പാലക്കാട് ആലത്തൂർ പത്തനാപുരത്ത് നടപ്പാലം തകർന്നു വീണു. 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. കണ്ണൂർ തലശ്ശേരി തലായി ദത്താത്രേയ മഠത്തിന് സമീപം കിണർ 3 മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നു. പനോനേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുറ്റത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. കനത്ത മഴയിൽ മുള്ളപ്രപ്പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. നടാലിലെ കടകളിൽ വെള്ളം കയറി. കോഴിക്കോട് കടലുണ്ടിയിലും നാദാപുരത്തും വീടിന് മുകളിലേക്ക് മരം വീണു. പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം വീണു. വയനാട് നെന്മേലിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് കടൽക്ഷോഭവും അതിരൂക്ഷമായി. ആലപ്പുഴ എറണാകുളം തീരദേശ പാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതവും പ്രതിസന്ധിയിലായി. കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. മഴക്കാലത്തിന് മുൻപ് കടൽഭിത്തികൾ ബലപ്പെടുത്താത്തതും നിലവിലുള്ള നീളം വർദ്ധിപ്പിക്കാത്തതുമാണ് തീരങ്ങൾക്ക് തിരിച്ചടിയായത്. റോഡിന്റെ പണിയല്ലേ ചെയ്യാനുള്ളത്, ഈ സീവാളിന്റെ പണി ചെയ്യണം, ജനങ്ങളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നേതാക്കന്മാരെ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കിടക്കണില്ല. ഞങ്ങളെ എല്ലാ വീടും പോയിക്കൊണ്ടിരിക്കണം. മന്ത്രിമാർക്കൊക്കെ പറഞ്ഞാൽ തുടങ്ങാം, യാസീർ ഭൂമികൾ തുടങ്ങാം. മഴ മാറി നിൽക്കുമ്പോഴും കടൽ കലിതുള്ളി കരയിലേക്ക് കയറുന്നതിന്റെ സങ്കടമാണ് ഓരോ തീരദേശവാസിയുടെയും വാക്കിലുള്ളത്. മഴയ്ക്ക് മുമ്പ് തന്നെ അധികൃതരോട് പലവട്ടം പറഞ്ഞതാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. തീരദേശ ജനതയുടെ വാക്കിന് അധികൃതർ വില കൽപ്പിക്കാതിരുന്നതോടെ ഇപ്പോൾ ദുരിതമനുഭവിക്കുന്നതും അതേ ജനത തന്നെ. എറണാകുളം ജില്ലയുടെ കണ്ണമാലി തീരത്ത് അതിരൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായത്. നിരവധി വീടുകളിലും കണ്ണമാലി പോലീസ് സ്റ്റേഷനിലും തിര അടിച്ചുകയറി. കടൽക്ഷോഭം ഇങ്ങനെ തുടർന്നാൽ ദുരിതം കൂടുമെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ കാപ്പാടും മലപ്പുറം പൊന്നാനിയിലും കടലാക്രമണം രൂക്ഷമായി. ശക്തമായ കടലാക്രമണത്തിൽ തീരദേശ റോഡിൽ വരെ വെള്ളം കയറി. തൃശൂരിന്റെ തീരദേശ മേഖലകളായ എറിയാട്, വാടാനപ്പള്ളി, തളിക്കുളം, ചാവക്കാട് മേഖലകളിലും ശക്തമായ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. ചേറ്റുവ അഴിമുഖത്ത് 3 വീടുകൾ തകർച്ച ഭീഷണിയിലാണ്. കടലേറ്റം രൂക്ഷമായ ആലപ്പുഴ പുന്നപ്പുറയിലെ ഫിഷിംഗ് ഹാർബറും 100ഓളം വീടുകളും അപകട ഭീഷണിയിലാണ്. തീരമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാകും ഈ മഴക്കാലത്തും തീരദേശത്തെ കാത്തിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് തീരദേശ ജനത പറഞ്ഞ വാക്ക് സർക്കാർ കേട്ടിരുന്നുവെങ്കിൽ കണ്ണമാലി തീരത്തെ ജനങ്ങൾക്ക് ഇന്നീ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. തീരദേശത്തെ അനുഭവസമ്പന്നരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ഇനിയെങ്കിലും തയ്യാറാകുമോ? നിഖിലിനൊപ്പം ശ്യാംകുമാർ, 24, കൊച്ചി. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചു. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമുണ്ടാകില്ല. അതേസമയം വയനാട്ടിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ലെന്ന് കലക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു.
ആലപ്പുഴയിൽ മതിലിടിഞ്ഞു വീണ വിദ്യാർത്ഥി മരിച്ചു. അന്തേക്ക് പറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ ഏക മകൻ ഫയാസാണ് മരിച്ചത്. ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫയാസ്. വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയിൽ 7:30യോടെയാണ് സംഭവം. തകർന്നു വീണ മതിൽ 3 വർഷമായി ജീർണാവസ്ഥയിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. തിരികെ വാർത്തയിലേക്ക്. കുവൈറ്റ് ഹവല്ലിയിലെ 5 ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ വാണിജ്യ വ്യവസായ മന്ത്രാലയം അടച്ചുപൂട്ടി. റെഗുലേറ്ററി തീരുമാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രാലയം എല്ലാ ഗവർണറേറ്റുകളിലും പരിശോധന തുടരുകയാണ്. കുവൈറ്റിൽ ഗാർഹിക വീസകൾ തൊഴിൽ വീസയിലേക്ക് മാറ്റാനുള്ള നിരോധനം 2 മാസത്തേക്ക് പിൻവലിക്കാനുള്ള കരട് രേഖ തയ്യാറാക്കാൻ 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് നിർദ്ദേശം നൽകി. മാനവശേഷി ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെ ചുമതലപ്പെടുത്തിയത്. ഗാർഹിക മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് തൊഴിൽ വീസയിലേക്ക് മാറാൻ സാധിക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയമാണ് ലോക്സഭ ശബ്ദ വോട്ടോടെ അംഗീകരിച്ചത്. ഓം ബിർളയുടെ അനുഭവ സമ്പത്ത് സഭയുടെ മികച്ച നടത്തിപ്പിന് ഗുണകരമാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിപക്ഷ ശബ്ദവും ലോക്സഭയിൽ വരാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. Across that stage, I invite Sri Om Birla to come up and occupy the chair. നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയത്തെ മുതിർന്ന BJP അംഗങ്ങളും NDA ഘടകകക്ഷി നേതാക്കളും പിന്തുണച്ചു. കൊടിക്കുന്നിൽ സുരേഷിനായി അവതരിപ്പിച്ച പ്രമേയം പിൻവലിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറായില്ല. തുടർന്നാണ് ശബ്ദ വോട്ടോടെ സഭ ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി കാര്യമന്ത്രി എന്നിവർ ചേർന്ന് ഓം ബിർളയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആനയിച്ചു. സ്പീക്കറെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഓം ബിർളയുടെ സ്പീക്കർ പദവി സഭയുടെ നടത്തിപ്പ് സുഗമമാക്കുമെന്ന് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിഷ്പക്ഷത പാലിച്ച് പ്രതിപക്ഷ ശബ്ദവും സഭയിൽ ഉന്നയിക്കാനുള്ള പിന്തുണ നൽകാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर विराजमान हो रहे हैं. This house represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ സ്ഥാനമൊഴിഞ്ഞ പ്രോടൈം സ്പീക്കർ ബക്തഹരി മക്തബിനെ അഭിനന്ദിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി രംഗത്തെത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയുടെ ആദ്യ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. അതിനു പിന്നാലെയാണ് അടിയന്തരാവസ്ഥയെ അപലപിച്ച് സഭയിൽ സ്പീക്കർ പ്രമേയം അവതരിപ്പിച്ചത്. അജണ്ടയിലില്ലാത്ത പ്രമേയം അവതരിപ്പിച്ച സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സഭാ നടപടി തടസ്സപ്പെടുത്തി. श्रीमती इंदिरा गांधी द्वारा तानाशाही थोप दी गई, भारत के लोकतांत्रिक मूल्यों को कुचला गया और अभिव्यक्ति की आजादी का गला घोटा गया. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും ഭരണഘടനയെ ചവിട്ടിമെതിക്കുന്ന സമീപനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഭരണകൂടം സ്വീകരിച്ചതെന്നും സ്പീക്കർ ഓം ബിർള. इमरजेंसी के इस कालेखंड में कांग्रेस की तानाशाह सरकार के हाथों अपनी जान गंवाने वाले भारत के ऐसे कर्तव्यनिष्ठ और देश में प्रेम करने वाले नागरिकों की स्मृति में हम सब 2 मिनट का मौन रखते हैं. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച സ്പീക്കർ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ടവരെയും മരിച്ചവരെയും സ്മരിച്ചുകൊണ്ട് 2 മിനിറ്റ് മൗനം ആചരിച്ചു.
സഭ നന്നായി മുന്നോട്ടു പോകണം എന്ന ആഗ്രഹം സർക്കാരിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സഭയുടെ സ്പിരിറ്റിന് നേരെ വിപരീതമായിട്ടാണ്. അതാണ് പറഞ്ഞത്. സഭയുടെ അങ്ങനെയാണെങ്കിൽ പ്രമേയം പാസ്സാക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സഭയായിട്ട് ഇത് മാറണം എന്നുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഓം ബിർളയെ കൊണ്ട് ഗവൺമെന്റ് ഇത് പറയിപ്പിച്ചത്. കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധം തുടർന്നെങ്കിലും മറ്റു കക്ഷികൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. 24 ഡൽഹി. പ്രതിപക്ഷ നായകനായി രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പേര് സ്പീക്കർ അംഗീകരിച്ചു. 10 വർഷം ശൂന്യമായി കിടന്ന ലോക്സഭ പ്രതിപക്ഷ നേതൃപദവിയിലെത്തിയ ആദ്യ ദിവസം തന്നെ തിളങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ നേതാക്കളുടെ പട്ടികയിൽ അവസാനത്തെ പേരാണ് ഇന്ന് രാഹുൽ ഗാന്ധി. UPA ഭരണകാലത്ത് വേണ്ടെന്നുവെച്ച ഭരണഘടനാ പദവി രാഹുൽ ഇത്തവണ പൊരുതി നേടി. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ആദ്യ ദിനം പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധിയിലേക്കായിരുന്നു എല്ലാ കണ്ണുകളും. ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷയും ചെറുപുഞ്ചിരിയുമായി സഭയിലെത്തിയ രാഹുൽ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ ചെയറിലേക്ക് ആനയിക്കാൻ എത്തിയത് ഭരണപക്ഷത്തെ ഞെട്ടിച്ചു. പ്രചാരണകാലത്ത് ആരാണ് രാഹുൽ എന്ന് പരിഹസിച്ച മോദി തന്നെ അദ്ദേഹത്തെ കൈകൊടുത്ത് സ്വീകരിച്ചത് കാലത്തിന്റെ കാവ്യനീതി. ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷം സഭയിലുണ്ടാകണമെന്നാണ് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചതെന്ന് ഭരണപക്ഷത്തിനുള്ള രാഹുലിന്റെ ഒളിയമ്പ്. This election has shown that the people of India expect the opposition to defend the constitution, the Samvidhan of this country. And we are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the Constitution of India. എണ്ണം തികഞ്ഞില്ലെന്ന കാരണത്തിൽ കഴിഞ്ഞ 10 വർഷം ലോക്സഭയിൽ നിഷേധിക്കപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അയോഗ്യനാക്കി പുറത്താക്കാൻ ശ്രമിച്ച രാഹുൽ എത്തുമ്പോൾ അതൊരു മധുര പ്രതികാരം കൂടിയാണ്. നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ. 1989 പിതാവ് രാജീവ് ഗാന്ധിയും 1999 മാതാവ് സോണിയാഗാന്ധിയും ഈ പദവി വഹിച്ചിട്ടുണ്ട്. 24 ഡൽഹി. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് 66ാം പിറന്നാൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ച് കേക്ക് സമ്മാനിച്ചു. പെട്രോളിയം മന്ത്രാലയത്തിലെ ജീവനക്കാർ ഒരുക്കിയ ആഘോഷത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു. ഇത്തവണ പിറന്നാളിന് ഇരട്ടി മധുരമുണ്ട് സുരേഷ് ഗോപിക്ക്. കേരളത്തിൽ BJPക്കായി ലോക്സഭയിൽ ആദ്യ അക്കൗണ്ട് തുറന്നതിന്റെയും കേന്ദ്രമന്ത്രിയായതിന്റെയും പിന്നാലെയാണ് പിറന്നാളെത്തിയത്. രാവിലെ തന്നെ കേരള ഹൌസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേക്കും ആശംസകളും എത്തി. കേന്ദ്രമന്ത്രിയായതിനാൽ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ലെന്നും ജന്മനക്ഷത്രമാണ് ആഘോഷിക്കാറുള്ളതെന്നും സുരേഷ് ഗോപി. മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ല ഇത്. അച്ഛൻ്റെ അമ്മയുടെയും മകൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ അച്ഛൻ്റെ പിന്നെ തീർച്ചയായിട്ടും കലാകാരൻ എന്ന നിലയ്ക്ക് ലോകത്തിലെ ഇഷ്ടക്കാരുടെ എല്ലാം ഒരു ആഘോഷമാണ്. പെട്രോളിയം സഹമന്ത്രിയുടെ ഓഫീസിൽ ജീവനക്കാർ ആക്ഷൻ ഹീറോ കൂടിയായ മന്ത്രിക്കായി പ്രത്യേക ആഘോഷ പരിപാടികൾ ഒരുക്കി. പിറന്നാൾ ദിവസം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദവുമായാണ് സുരേഷ് ഗോപി പാർലമെന്റിലെത്തിയത്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്നു. 24 ഡൽഹി. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായിരുന്ന LK അഡ്വാനിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആരോഗ്യനില നിരീക്ഷിക്കുകയാണെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ബൽറാം, എന്താണ് അഡ്വാനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇടയായ സാഹചര്യം? എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനിയെ അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം ഏറെ നാളായി മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത് അല്പസമയം മുമ്പ്. അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് എയിംസിലെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എയിംസിലെ ജെറിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടറുടെ മേൽനോട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 96 വയസ്സാണ് അദ്ദേഹത്തിന്. ആരോഗ്യപരമായ അവശതകൾ അദ്ദേഹത്തിന് ഉണ്ട്.
അതുകൊണ്ട് തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നു എന്നാണ് എയിംസ് അറിയിക്കുന്നത്. മറ്റ് BJP ഔദ്യോഗികമായും മറ്റും ഈ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അറിയിപ്പുകളും നൽകിയിട്ടില്ല എങ്കിൽ പോലും ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം. വിശദാംശങ്ങൾ നൽകിയത് മുതിർന്ന BJP നേതാവ് മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അഡ്വാനിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ആരോഗ്യനില നിരീക്ഷിക്കുകയാണ് എന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ CPIഎമ്മിനെ പ്രതിരോധത്തിലാക്കി പാർട്ടി വിട്ട മുൻ നേതാവിന്റെ വെളിപ്പെടുത്തൽ. P. ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി മനു തോമസ് ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചു. നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് വ്യവസായങ്ങൾ കെട്ടിപ്പൊക്കിയെന്നാണ് P. ജയരാജനെതിരായ വിമർശനം. പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണമുണ്ട്. പാർട്ടി വിട്ടതിനു പിന്നാലെയും പരസ്യപ്പോരിന് മടിക്കാതെ മനു തോമസ് കണ്ണൂരിലെ ചില CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആദ്യ വെളിപ്പെടുത്തൽ. പിന്നാലെ മനുവിനെ കടന്നാക്രമിച്ച് ഫേസ്ബുക്ക് കുറിപ്പുമായി CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ. കൊട്ടേഷൻ സംഘത്തിനെതിരായി പോരാടുന്നുവെന്ന മനുവിന്റെ അവകാശവാദം ആരെ കബളിപ്പിക്കാനെന്ന് ചോദ്യം. മാധ്യമങ്ങളുടെ CPIM വിരുദ്ധത മനുവിന് പോരാളി പരിവേഷം നൽകുന്നുവെന്നും ജയരാജന്റെ പരിഹാസം. വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള പാർട്ടി നിർദ്ദേശം മനു അവഗണിച്ചെന്നും ജയരാജന്റെ കുറ്റപ്പെടുത്തൽ. പിന്നാലെ P. ജയരാജന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി മനു തോമസ്. P. ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയം. CPIഎമ്മിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു. നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് P. ജയരാജൻ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്തെ പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റി. സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റുകൾ പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചു. സംവാദത്തിനും മനുവിന്റെ വെല്ലുവിളി. ഇതിനിടെ യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മനു പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പും പുറത്തുവന്നു. 24 കണ്ണൂർ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.